ഇഡി കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി. ചെന്നൈയിൽ നിന്ന് സ്ഥലം മാറി വരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാറിനാണ് പകരം ചുമതല. കെ രാധാകൃഷ്ണൻ MP അടക്കം ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ച വേളയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത്. കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം അടുത്ത ആഴ്ച നൽകുമെന്ന് ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിന്റെ അന്വേഷണം 95% പൂർത്തിയായ വേളയിലാണ് അന്വേഷണ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥനെ മാറ്റിയത്. കേസിൽ ഈ മാസം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം നൽകാൻ ഡൽഹി ഹെഡ് ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് CPIM നേതാവും MPയുമായ കെ രാധാകൃഷ്ണന്റെ മൊഴിയെടുക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ. ഇതിനിടയിലാണ് അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ തന്നെ അവിടുന്ന് മാറ്റുന്നത്. കൊച്ചി ED ഓഫീസിൽ 4 അന്വേഷണ യൂണിറ്റുകളാണുള്ളത്. ഇതിൽ യൂണിറ്റ് 2 നിന്ന് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ കേസുള്ള യൂണിറ്റ് 1 രാധാകൃഷ്ണന്റെ പുതിയ നിയമനം. കരുവന്നൂരിന് പുറമെ ഹൈറിച്ച് തട്ടിപ്പ്, പാലിയേക്കര ടോൾ കമ്പനിയുടെ പേരിലുള്ള കേസ്, സപ്ലൈകോ ഉദ്യോഗസ്ഥർ കോടികൾ തട്ടിയ കേസ് ഉൾപ്പെടെ അന്വേഷിക്കുന്നത് EDയുടെ 2ാം യൂണിറ്റാണ്. കരുവന്നൂർ തട്ടിപ്പ് നടന്ന കാലയളവിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെയെല്ലാം ED ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ കെ രാധാകൃഷ്ണനെ മാത്രമായിരുന്നു ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത്. കേസിന്റെ നടപടിക്രമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ED അറിയിച്ചിരുന്നു. ഇതിൽ കെ രാധാകൃഷ്ണൻ MPയെ അടക്കം 3 മുതിർന്ന നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാനുണ്ടെന്നും ED വ്യക്തമാക്കിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ EDക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് കെ രാധാകൃഷ്ണൻ MPയെ അടക്കം ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.